ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന ശ്രോതാക്കളായ നിങ്ങൾക്കേവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിശ്ചലമായ നാമത്തിൽ പ്രഭാതവന്ദനം. വാത്സല്യ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി നാം ചിന്തിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അതെ, നാം ദൈവസന്നിധിയിൽ താഴുവാൻ തയ്യാറായാൽ നിശ്ചയമായും ദൈവം നമ്മളെ ഉയർത്തുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം പരിശോധിച്ചാൽ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. ഇതാണ് ദൈവജനത്തിൻ്റെ വ്യവസ്ഥ. അല്പമൊന്ന് താഴ്ന്നു കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ചില കുടുംബങ്ങളിൽ. പക്ഷേ ഈഗോ അവരെ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് കുടുംബങ്ങളിൽ ഛിദ്രിപ്പുകൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ വഴക്കിന് കാരണമായി തീരുകയാണ്. ദൈവജനം പറയുന്നു, നിങ്ങളൊന്ന് താഴുക. ഭാര്യ ഭർത്താവിന് ഒന്ന് താഴ്ന്നു കൊടുത്താൽ ആ കുടുംബത്തിലൊരു സമാധാനമുണ്ടാകും. മക്കൾ മാതാപിതാക്കൾക്ക് ഒന്ന് താഴ്ന്നു കൊടുത്താൽ ആ കുടുംബം സ്വർഗതുല്യമായ കുടുംബമായി തീരും. മരുമക്കൾ അമ്മായിയപ്പനും അമ്മായിയമ്മയ്ക്കും അല്പം ഒന്ന് താഴ്ന്നു കൊടുത്താൽ അവിടെ സമാധാനമുള്ള കുടുംബമായി തീരും. അതോടൊപ്പം തന്നെ അതിനൊരു മറുവശമുണ്ട്. അമ്മായിയപ്പനും അമ്മായിയമ്മയും മരുമക്കളെ ഒന്ന് സ്നേഹിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ മിക്ക കുടുംബങ്ങളിലുമുള്ളൂ. പക്ഷേ പലപ്പോഴും അതിന് കഴിയാതെ വരുമ്പോൾ ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനിടയായിത്തീരും. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വഴക്കുകൾ ഉണ്ടാകുവാനായിട്ടിടയായിത്തീരും. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അല്പസ്വല്പം വിട്ടുവീഴ്ചയ്ക്ക് നമ്മളൊന്ന് തയ്യാറാകുക. ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ന്നു കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ബന്ധങ്ങളുടെ ഇടയിലും നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുൻപിൽ നമ്മൾ അല്പം ഒന്ന് താഴ്ന്നു കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇന്ന് പല കുടുംബങ്ങളിലും. അതുകൊണ്ട് ഈ വചനത്തെ ശ്രമിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, വചനം പറഞ്ഞത് കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. വാത്സല്യ ദൈവമക്കളെ, നിങ്ങളെ ഉയർത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മുടെ മക്കളെ ഉയരങ്ങളിൽ എത്തിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരെ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്നും ആരാധനയുടെ മധ്യത്തിൽ ദൈവജന ശുശ്രൂഷയുടെ മധ്യത്തിൽ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന സ്വഭാവത്തിന് മാറ്റമുണ്ടാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മനോഭാവത്തോടെ വിശുദ്ധ സഭായോഗത്തിലും കൂട്ടായ്മകളിലും പങ്കെടുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ദൈവത്തിന് നിന്നെ ഉയർത്താൻ പറ്റൂ. നിന്റെ വിദ്യാഭ്യാസവും നിന്റെ കഴിവും നിന്റെ കയ്യിലുള്ള പണത്തിൻ്റെ വലിപ്പവുമൊക്കെ വെച്ച് നോക്കിയാൽ നീ എവിടെയൊക്കെയോ എത്തേണ്ടവനായിരുന്നു, നീ എവിടെയൊക്കെയോ എത്തേണ്ടവളായിരുന്നു. പക്ഷെ നീ എന്താ എത്താത്തത് എന്ന ചോദ്യം ഉയരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അതെ, ദൈവസന്നിധിയിൽ നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ, ദൈവസന്നിധിയിൽ നമ്മൾ ഏതുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായും ആ ദൈവം നമ്മളെ ഉയർത്തുവാനിടയായി. ദൈവത്തോട് അടുക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് അപേക്ഷിക്കുവാനും ദൈവസന്നിധിയിൽ സമയം വേർതിരിക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മളെ ഉയർത്തുവാനിടയായി. ജോലിയോടുള്ള ബന്ധത്തിലാണോ നീ ഭാരപ്പെടുന്നത്? നിന്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാണോ നീ ഭാരപ്പെടുന്നത്? കുടുംബത്തിലെ അസമാധാനമോർത്താണോ നീ ഭാരപ്പെടുന്നത്? കുഞ്ഞെ, നീ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവിൻ്റെ സന്നിധിയിൽ നീ താഴ്. നിശ്ചയമായും ദൈവം നിന്നെ ഉയർത്തുവാൻ ഇടയായിത്തീരും എന്നതിന് യാതൊരു സംശയവുമില്ല.
അവൻ നിന്നെ ഉയരങ്ങളിലെത്തിക്കും. നല്ല ഭാവി നിനക്ക് ദൈവം തമ്പുരാൻ തരും. നിനക്ക് ഉന്നതമായ സ്ഥാനത്ത് ദൈവം തമ്പുരാൻ നിന്നെ എത്തിക്കുവാനിടയായിത്തീരും. പക്ഷേ യേശുവിൻ്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കി ഹൃദയം കൊണ്ടൊന്ന് താഴുവാൻ, ദൈവസന്നിധിയിൽ കർത്താവേ ഞാൻ ഏതുമില്ല, അങ്ങനെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനിടയായിത്തീരും. അതിനാൽ കുടുംബത്തിൽ നമ്മൾ താഴ്മ ധരിക്കണം. മാതാപിതാക്കളുടെ മുൻപിൽ നമ്മൾ താഴ്മ ധരിക്കണം. നമ്മൾ സഭയുടെ മുൻപിൽ താഴ്മ ധരിക്കണം. ദൈവദാസന്മാരുടെ മുൻപിൽ താഴ്മ ധരിക്കണം. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം, നീ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ താഴുമ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായിത്തീരും. അങ്ങനെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ ഒരു താഴ്മ ധരിച്ചവനായി, ഒരു താഴ്മ ധരിച്ചവളായി നീ മാറുമ്പോൾ ദൈവം നിന്നെ ഉയർത്തുവാനിടയായിത്തീരും. ഫലമുള്ളത് എന്നും അല്പം തലകുനിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ ആ ദൈവം നിന്നെ ഉയരങ്ങളിൽ എത്തിക്കുവാനിടയായിത്തീരും. നിനക്ക് നല്ല ഭാവി ഉണ്ടാകുവാനിടയായിത്തീരും. ആയതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും എന്ന വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.